ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ക്ലാസിക്കുകളിൽ ഒന്നായി മാറിയ ഒരു സിനിമയാണ് ബാഹുബലി. അതിൻ്റെ 2 പാർട്ട് ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ആ സിനിമ റീ റിലീസിന് ഒരുങ്ങുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു. വാർത്ത സത്യമാണ്. ഒക്ടോബർ 31 റീ റിലീസാണ്. ബാഹുബലി ദി എപ്പിക് എന്നാണ്. അതായത് ബാഹുബലി വീണ്ടും കാണാൻ, തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ബാഹുബലി കണ്ടിട്ടില്ലാത്തവർക്ക് വീണ്ടും ബാഹുബലി കാണാൻ അവസരമൊരുങ്ങുകയാണ്. എന്താണ് ബാഹുബലിയുടെ പ്രത്യേകത? അതാണ് നമ്മൾ ഇന്ന് വിഷയം. യഥാർത്ഥത്തിൽ എത്രയോ സിനിമകൾ റീ റിലീസ് ചെയ്യുന്നുണ്ട്. അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. റിലീസ് ചെയ്യുന്നു, സിനിമകൾ ആളുകൾ കാണുന്നു, അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ബാഹുബലിയുടെ പ്രത്യേകത, അതായത് അതുവരെ 2015 ബാഹുബലി ബിഗിനിങ് 2015 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഒരു എൻഡുണ്ട്, അന്ന് ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. എല്ലാ സിനിമയ്ക്കും ക്ലൈമാക്സ് ഉണ്ട്. പണ്ട് ശ്രീനിവാസൻ ചോദിക്കുന്നത് ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സിനിമയിൽ പറയുന്നുണ്ട് BABSC കോളേജ്. BABSC കോളേജോ? അതെന്ത് കോളേജ്? ഏത് സിനിമയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ശ്രീനിവാസൻ ഏത് കോളേജിലാണ് BABSC ഇല്ലാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ സിനിമയ്ക്കും ക്ലൈമാക്സ് ഉണ്ട്. ആളുകൾക്ക് അന്ന് അതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് ചില എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടായി എന്നുള്ള ചിന്ത വന്നു. പിന്നീട് അതിൻ്റെ 2ാം ഭാഗം വന്നു, ബാഹുബലി 2 ദി കൺക്ലൂഷൻ. അപ്പോൾ അത് വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആ സിനിമ ഇങ്ങനെ കൊണ്ട് നിർത്തിയത്. ഈച്ച എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, ഈച്ചയിലൂടെയാണ് യഥാർത്ഥത്തിൽ ബാഹുബലിയെ, അതിനുമുമ്പ് മഗധീരയുണ്ട്, രാജമൗലിയെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഈച്ചയിലൂടെയാണ്. ഇൻഡസ്ട്രി മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇങ്ങനെ ഒരു ഡയറക്ടർ. കാരണം ഒരു ഈച്ച, ആ ഈച്ചയെ വെച്ചിട്ടൊരു സിനിമ പറയുകയാണ്. വെറും ഒരു നിസ്സാരണമായ ഈച്ച, അതിനെ വെച്ചിട്ടാണ് സിനിമ പറയുന്നത്. അപ്പോൾ ഇതാരാണ് ഈ ഡയറക്ടർ? എത്ര രസകരമായിട്ടാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് രാജമൗലി എന്നുള്ള പേര് ആളുകളിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് തന്നെ 2001 ഇദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയതാണ്. ജൂനിയർ NTR അദ്ദേഹത്തിനെ വെച്ചിട്ട് സ്റ്റുഡൻ്റ് എന്നുള്ള ചിത്രമാണ് രാജമൗലി ആദ്യം സംവിധാനം ചെയ്യുന്നത്. പിന്നീട് നിരന്തരം സിനിമകൾ അദ്ദേഹം ചെയ്തു. സിംഹാദ്രി എന്ന് പറയുന്ന സിനിമ 2003 അതും ജൂനിയർ NTR ആണ്. 2004 സിനിമയുണ്ട്. 2005 പ്രഭാസിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നത്. ഛത്രപതി എന്നാണ് ആ സിനിമയുടെ പേര്. ഈ പ്രഭാസിനെയും നമ്മൾ ബാഹുബലി വന്നതിന് ശേഷമാണ്. അതാണ് ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് വഴിയേ പറയാം. 2006 രവി തേജയെ വെച്ചിട്ടൊരു സിനിമയുണ്ട്. 2007 വീണ്ടും ജൂനിയർ NTRനെ വെച്ചിട്ടാണ് സിനിമ. യമദോങ്ക എന്നാണ് ആ സിനിമയുടെ പേര്. 2009 അദ്ദേഹത്തിൻ്റെ കരിയറിനെ മാറ്റിമറിക്കുന്ന മഗധീര, ആ സിനിമ രാം ചരനാണ്. പിന്നീട് 2010 മര്യാദ രാമണ്ണ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. അതിവിടെ ദിലീപ്, ആ തെലുങ്കിൽ നിന്നുള്ള സിനിമ, സുനിലാണ് അതിനകത്ത് നായകൻ. അത് മര്യാദ രാമൻ എന്ന പേരിൽ ഇവിടെ നമ്മൾ റിമേക്ക് ചെയ്തു. പക്ഷേ ഇവിടെ വലിയ വിജയമായില്ല ആ സിനിമ. കാരണം ആ സിനിമയുടെ ഒരു കുഴപ്പം, തെലുങ്കിൽ എങ്ങനെയാണോ ആ സിനിമ ചെയ്തു വെച്ചത്, മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴും ആ തെലുങ്കിൻ്റെ അംശം ഇവിടെ കിടന്നു. അപ്പോൾ അത് കാരണം ഇവിടെ ഉള്ള പ്രേക്ഷകന് അതങ്ങോട്ട് രസിച്ചില്ല. അവിടെ അത് വലിയ വിജയമായി ആ സിനിമ. അത് കഴിഞ്ഞിട്ടാണ് 2012 ഈച്ച ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഒരു വരവ് വന്നു. ആ വരവാണ് ബാഹുബലി. അതുവരെയുള്ള സിനിമകളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അത് ആയിരക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ടൊരു സിനിമ പിടിക്കുകയാണ്. ഷൂട്ടിങ് വളരെയധികം നാളുകൾ നീളുന്ന ഷൂട്ട്. അപ്പോൾ എന്താണ് ഇയാൾ ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ വയ്യ. അങ്ങനെയാണ് ഒരു ദൃശ്യവിസ്മയത്തോടു കൂടി ആ സിനിമ പുറത്തു വരുന്നത്. അതിൻ്റെ ചരിത്രമാണ്, നമ്മൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ടില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, അതുവരെ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ബോളിവുഡായിരുന്നു. ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമയാണ് ഇന്ത്യൻ സിനിമ. വിദേശത്തായാലും ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ മുഖം ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, ഷാറൂഖ്, ഇങ്ങനെ വലിയ നിര, അവിടെ താരനിരയുണ്ടല്ലോ, അവരാണ് ഇന്ത്യൻ സിനിമ. പക്ഷേ ബാഹുബലി വന്നതിന് ശേഷം ദക്ഷിണേന്ത്യൻ സിനിമയാണ് ഇന്ത്യൻ സിനിമ. പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള ബാഹുബലി തുടങ്ങി വെച്ച, അതായത് ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് ബാഹുബലി. അവർക്കവിടെ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ കോടികൾ ചിലവാക്കി ഇവിടെ അങ്ങനെ ഒരു സിനിമ എടുക്കുന്നു. ആ സിനിമയ്ക്ക് ശേഷം അതിൻ്റെ അടുത്ത ഭാഗം വരുന്നു. അതിന് പിന്നീട് ഇവിടെ നിന്ന് നിരന്തരം അത്തരം ചിത്രങ്ങൾ വരുന്നു. അത് അതിൻ്റെ ക്രാഫ്റ്റ് കൊണ്ടായാലും അതിൻ്റെ മേക്കിംഗ് കൊണ്ടായാലും അങ്ങനെ. ഇപ്പോൾ ലോക പോലും പാൻ ഇന്ത്യൻ സിനിമയാണ്. അത് വളരെ ചിലവ് ചുരുക്കി നിർമ്മിച്ച ഒരു സിനിമ.
അല്ലാതെ അവിടെ പോയി എടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയാവും. അപ്പോൾ ഓരോ സിനിമയ്ക്ക് അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ദക്ഷിണേന്ത്യൻ സിനിമയെ ലിഫ്റ്റ് ചെയ്ത സിനിമയാണ് ബാഹുബലി. ഇവിടെയുള്ള നടന്മാരൊക്കെ, പ്രഭാസ് എന്നൊരു നടനുണ്ട് എന്ന് എത്ര പേർക്കറിയാം? പ്രഭാസ് 2002 മുതൽ അഭിനയിക്കുന്നുണ്ട്. ഈശ്വർ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. 2002 മുതൽ അഭിനയിക്കുന്ന പ്രഭാസിനെ, പിന്നെ ഛത്രപതി എന്ന് പറയുന്ന സിനിമയുണ്ട്, എന്നാൽ പോലും ബാഹുബലിയിലൂടെ ഈ പ്രഭാസിനെ അല്ലാതെ വേറെ ആരെയാണ് നമുക്ക് ബാഹുബലിയെ ആയിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നത്? അല്ലേ? വേറെ ഏതൊരു നടനെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് പറ്റില്ല. പ്രഭാസാണ്. പ്രഭാസ് ആ ആദ്യത്തെ ഭാഗത്തിലും അതിൽ ഓരോ കഥാപാത്രങ്ങളും, അതുപോലെ തന്നെ സത്യരാജ് അവതരിപ്പിച്ച കഥാപാത്രം. അപ്പോൾ ഈ സിനിമ നമുക്ക് ഇങ്ങനെയും കോടികൾ ചിലവാക്കി സിനിമ പിടിക്കാൻ പറ്റും. കോടികൾ ചിലവാക്കി സിനിമ പിടിക്കുക മാത്രമല്ല, ആ കോടികൾ നമുക്ക് തിരിച്ച് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് നമുക്ക് വാരിയെടുക്കാനും പറ്റും എന്ന് തെളിയിച്ചു എന്നുള്ളതാണ് ബാഹുബലിയുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഈ നടന്മാരെയും ഈ സംവിധായകരെയും ഒക്കെ, അതുമാത്രമല്ല ഒരു ഡയറക്ടറുടെ പേര് ആളുകളിലേക്ക്, ഇപ്പോൾ രാജമൗലി എന്ന പേര്, ആ പേരിന് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ പേര് കേട്ട ആളുകൾ, നിങ്ങളുടെ നായകൻ ആരോ ആയിക്കോട്ടെ, ആരെ വേണമെങ്കിലും നായകനാക്കാം, പക്ഷേ ഡയറക്ടർ ആരാ? രാജമൗലി. ടിക്കറ്റ് എടുത്ത് പടം കാണാൻ കയറും. അതാണ്. ഇവിടെ നമുക്കങ്ങനെ ഡയറക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പം അങ്ങനെ ഉണ്ടോ? ഇപ്പം പിന്നെ അങ്ങനെയുള്ളത് നമ്മുടെ ഈ അടുത്ത് വന്ന ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ LJP, മലൈക്കോട്ട വാലിബൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയെങ്കിലും ആ സമയത്തൊക്കെ നല്ല തിരക്ക്, അദ്ദേഹത്തിൻ്റെ സിനിമ എന്നുള്ളത് കൊണ്ട് ആളുകൾക്ക് സിനിമ കാണാനൊരു താല്പര്യം ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് പുഷ്പ, ഇതിൻ്റെ തുടർച്ചയാണ് പുഷ്പ. തെലുങ്ക് സിനിമയിൽ നിന്ന്, തെലുങ്കെന്ന് പറഞ്ഞാൽ തട്ടുപൊളിപ്പൻ സിനിമയെന്ന് നമ്മൾ പറയും. അവിടെ ഇപ്പോഴും നമ്മുടെ ബാലയ്യ ഇപ്പോഴും നമ്മൾ ട്രോളും. അദ്ദേഹം ഈ ട്രെയിനൊക്കെ ഒറ്റ കൈ കൊണ്ട് തടഞ്ഞു നിർത്തുക, ഇങ്ങനെയുള്ള ഇതൊക്കെ പണ്ട് കാലത്തെ പരിപാടിയാണ്. നായകൻ വന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ കൈയടിക്കുകയും, ആ കാലവും ആ സിനിമയൊക്കെ മാറിപ്പോയെങ്കിലും ഇപ്പോഴും അതൊക്കെ അവിടെ ഓടുന്നുണ്ട്. അതൊക്കെ ചെയ്ത് അങ്ങനെ തട്ടുപൊളിപ്പൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഇത്തരത്തിൽ സിനിമകൾ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബാഹുബലി കൺക്ലൂഷൻ ശേഷം അദ്ദേഹം ചെയ്ത സിനിമ നമുക്കറിയാം, RRR. ആ സിനിമയാണ് ചെയ്തത്. അതും പാൻ ഇന്ത്യൻ ചിത്രമാണ്. അപ്പോൾ ഈ ഹിന്ദിക്കാർക്കൊക്കെ ഇപ്പോൾ ജൂനിയർ NTR എന്ന് പറയുന്ന ഒരു നടനെ അറിയണമെന്നില്ല, രാം ചരൺ എന്ന് പറയുന്ന ഒരു നടനെ അറിയണമെന്നില്ല. ഇങ്ങനെയൊക്കെ നടന്മാരുണ്ട്, അവരിങ്ങനെയൊക്കെ അഭിനയിക്കും. അവിടെ ഷാറൂഖ് ഖാൻ, നമുക്കവരെ എല്ലാവരെയും അറിയാം, അല്ലെങ്കിൽ സൽമാൻ ഖാൻ, വേറെ ഏത് ഖാൻ ആയിക്കോട്ടെ, ഇവരെല്ലാം നമുക്കറിയാം. ഇവിടെയുള്ള ആളുകളെ ഒന്നും അവർക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ അറിയാം എന്ന്, ഇവരെ അറിയണം എന്ന് കാണിച്ചു കൊടുത്ത സിനിമയാണ്. അതാണ് ഞാൻ പുഷ്പയുടെ കാര്യം ഇടയ്ക്ക് പറഞ്ഞത്. ആ സിനിമയും വലിയ വിജയമായതിൻ്റെ ഒരു പങ്ക് ഈ ബാഹുബലിക്കാണ്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇത്തരം ചിത്രങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകളുടെ ഒരു ട്രെൻഡ് മാറി. ബോളിവുഡിലുള്ള ആളുകൾക്ക് ഇത്തരം സിനിമകൾ കാണാനുള്ള താല്പര്യം വന്നു. ദക്ഷിണേന്ത്യയിൽ നിന്ന് വരുന്ന സിനിമകൾ കൊള്ളാം, നല്ല രസമുണ്ട്, നേരത്തെ ഇതൊന്നും കണ്ടില്ലല്ലോ എന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന സിനിമകളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറേ സിനിമകളുടെ പേര് വിട്ടുപോയി. ആ സിനിമകളെല്ലാം പാൻ ഇന്ത്യൻ സിനിമകൾ എന്നുള്ള, ഇപ്പം നമ്മുടെ മാർക്കോ പോലും ഉണ്ണിമുകുന്ദൻ്റെ ചിത്രമാണ്, അതുപോലെ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അപ്പോൾ ഈ സിനിമകൾക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടൊരു എൻട്രി എന്ന് പറയുന്നത്, ഇടിച്ച് കയറാൻ, ആ ബാഹുബലിക്ക് ശേഷം അവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ ബോളിവുഡ് ഇൻഡസ്ട്രി തകർന്നു പോയി. അവിടെ പല സിനിമകളും കാണാൻ ആളില്ല. വലിയ ബിഗ് ബജറ്റിൽ എടുക്കുന്ന സിനിമകളൊക്കെ 40 കോടി 50 കോടി, തിയേറ്റർ കളക്ഷൻ കഷ്ടിച്ച് 30 കോടിയൊക്കെ എത്തുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ അവിടെ വിമർശനങ്ങളുണ്ടായി, നിങ്ങൾ ദക്ഷിണേന്ത്യൻ സിനിമയിലേക്ക് നോക്കൂ, അവരവിടെ കണ്ട് ഇങ്ങനെ അത് നമ്മൾ വെറുതെ ഒരു സിനിമ, ഇപ്പോൾ ബാഹുബലിയിലെ ആ സീനൊക്കെ, ഈ അമരീന്ദ്ര ബാഹുബലി അവസാനം വന്നിട്ട് ആ കൊട്ടാരത്തിലേക്ക് കയറുന്ന സീനൊക്കെ ഉണ്ട്. ഇതൊക്കെ വളച്ച് ഇങ്ങനെ കയറുകയൊക്കെ ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മനുഷ്യന് പറ്റില്ല. പക്ഷെ ആ സിനിമയിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പം പറ്റും, നമ്മളും പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിലെ കമുക് വളച്ച് ഒന്ന് നോക്കാം എന്ന് വിചാരിക്കും. അപ്പോൾ ബോളിവുഡ് സിനിമ ആകെ പ്രശ്നത്തിലായി. പിന്നീട് അവരെ അത് കരകയറാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും സത്യം പറഞ്ഞാൽ
അങ്ങനെ അങ്ങോട്ട് കരകയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആധിപത്യം പുലർത്തിയിരുന്ന ബോളിവുഡിന് അത് പറ്റുന്നില്ല. ബോളിവുഡാണ് ഇന്ത്യൻ സിനിമ എന്ന് ആധിപത്യം പുലർത്തിയത്. എന്തായാലും 100-ലധികം തിയേറ്ററുകളിലാണ് ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യും. ഒക്ടോബർ 31 4K ദൃശ്യ മികവിൽ റിലീസ് ചെയ്യുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കാണാനുള്ള അവസരമാണ്. ബാഹുബലി കണ്ടായിരുന്നു? ആ, അപ്പോൾ ഒന്നുകൂടെ കാണാം, ഒന്നുകൂടെ പോയി കണ്ടോളൂ. 3 മണിക്കൂർ 45 മിനിറ്റാണ് അതിൻ്റെ ദൈർഘ്യം. ആ സിനിമ പൊതുവേ ദൈർഘ്യമുള്ള സിനിമയാണ് രണ്ടും. ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അന്ന് തമിഴ് ഡബ്ബിങ്ങും ഉണ്ടായിരുന്നു, മലയാളം ഉണ്ടായിരുന്നു. മലയാളമൊക്കെ നന്നായി ഡബ്ബ് ചെയ്തു. സാധാരണ ഈ തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഒക്കെ തമിഴിൽ നിന്നും ഒക്കെ വരുന്ന സിനിമ ഡബ്ബ് ചെയ്ത് നാശമാക്കി കളയും. ഇത് പക്ഷേ അങ്ങനല്ല. അത് കാരണം അവരതുപോലും കൃത്യമായി ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. വളരെ പെർഫെക്ഷൻ. ആ ഡബ്ബിങ്ങിലായാലും അതിൻ്റെ പാട്ടുകളെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാം. അതും കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതിലെ പാട്ടുകൾ ഇപ്പോഴും മലയാളത്തിൽ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ കണ്ണാ നീ ഉറങ്ങട എന്ന് പറയുന്ന അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തെലുങ്ക് പടത്തിലെ പാട്ടല്ലല്ലോ, അതൊരു മലയാള പടത്തിലെ പാട്ട് പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏത് ഭാഷയിലേക്ക് അവരതിന് മൊഴി മാറ്റിയാലും ആ ഭാഷയിൽ ഏറ്റവും നന്നായി അതിനെ ഡബ്ബ് ചെയ്യണം എന്നുള്ള ചിന്ത അവർക്കുണ്ടായതുകൊണ്ടാണ് ആ സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. പക്ഷെ അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ആസ്വാദികരമായത് അതിൻ്റെ ആ ഡബ്ബിങ്. അല്ലാതെ ചില ആളുകൾ അൺസൈക്കബിൾ ഡബ്ബിങ് നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ ഒന്നും സത്യം പറഞ്ഞാൽ അവരെ ഒന്നും കൊണ്ടുവന്ന് ഡബ്ബ് ചെയ്യിച്ചില്ല. കറക്റ്റ് ശബ്ദമാണ്. ഇപ്പോൾ ഈ രാജമാതയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്ന ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യും. ആ ശബ്ദത്തിൻ്റെ ആ ഗാംഭീര്യവും ഒക്കെ, അവരുടെ ചില സമയത്തുള്ള നിസ്സഹായാവസ്ഥ, ഇതെല്ലാം മനോഹരമായി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് ആ സിനിമ തിയേറ്ററിൽ കാണാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു.